You have found out eigenvalues, right? Okay. So you need to find out the eigenvectors. Okay. What are the eigenvectors? കണ്ടുപിടിച്ചോ eigenvectors? കണ്ടുപിടിച്ചോ അഭിജിത്ത്? കിട്ടിയോ? V1 എന്ന് പറഞ്ഞ V1 എന്തായിരുന്നു കിട്ടിയത്? 1 2 1. ഒച്ചത്തിൽ പറയുന്നു. 1 2 1. 1 2 1 അല്ലേ? ഓക്കെ 1 2 1. എല്ലാവർക്കും അതല്ല കിട്ടിയത്? V1 that will be 1 2 1. And what is V2? 1 0 minus 1. V2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഡയുടെ വാല്യൂ 1 ആയിരിക്കുമ്പോഴല്ലേ? നമ്മുടെ മെട്രിക്സ് എന്തായിരുന്നു എന്ന് പറയോ? ജസ്റ്റ് 1 1 0. അല്ല അതല്ല, ഇതല്ലേ നമ്മുടെ ഫോർമുല. അതായത് എന്താണ് 1 മൈനസ് ലാംഡ 1 0 1 2 minus lambda മൈനസ് ലാംഡ 1 1 0 0 1 1 മൈനസ് ഇക്വേഷൻ നമ്മുടെ മെട്രിക്സ് ഇതായിരുന്നു അല്ല. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഐഗൺ വാല്യൂസ് എന്തൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയത്? 3 1 0. പിന്നെ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ 3 1 0 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ 3 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 1 2 1 കിട്ടി അല്ലേ? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 1 0 മെട്രിക്സ് എന്തായിരിക്കും? ചെയ്ത് നോക്കാം. ചെയ്തിട്ടുണ്ടോ എല്ലാവരും? സീറോ 1 0 ഇങ്ങനെയല്ല നമ്മൾ ലാംഡയുടെ വാല്യൂ 1 കൊടുക്കുന്ന സമയത്ത് കിട്ടിയ മെട്രിക്സ് അങ്ങനെയാണോ കിട്ടിയത്? ഓക്കെ ഫൈൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അപ്പം V1 ബൈ ഈ അവസാനത്തെ റോ നിങ്ങൾ ഒഴിവാക്കിയിട്ട് V1 1 0 1 1 വരും അല്ലേ? പിന്നെ അതുപോലെ V2 മൈനസ് V2 ബൈ അടുത്തത് നോക്കി. അങ്ങനെയാണോ കണ്ടുപിടിച്ചത്? ഓക്കെ. അപ്പൊ എന്തായിരുന്നു കിട്ടിയത്? V2 എന്താ കിട്ടിയത് നിങ്ങൾക്ക്? 1 0 minus 1. 1 0 minus 1. ശരിയാണ്. What will be the value of V3? 1 minus 1 1. V3 എന്താണ്? 1 minus 1 1 ആണോ? 1 minus 1 1. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ V എന്ന് പറഞ്ഞ മെട്രിക്സ് ആയി. ഇനി ഇതിന്റെ നിങ്ങൾ എന്ത് ചെയ്യാം? V ട്രാൻസ്പോസ് ആണ് നമുക്ക് കണ്ടത്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? X is equal to U V ട്രാൻസ്പോസ് ആയിരുന്നു അല്ലേ? ഇതിനെല്ലാം നിങ്ങളൊരു കോളം മെട്രിക്സ് ആയിട്ട് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യാം അല്ലേ? കോളം മെട്രിക്സ് ആയിട്ട് കോളം വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട് അതിനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ V ട്രാൻസ്പോസ് ആയി. അപ്പൊ എന്തായി? V ട്രാൻസ്പോസ് നിങ്ങൾക്ക് കിട്ടി. എന്താ കിട്ടിയത് പറ? ഈ ട്രാൻസ്പോസ് കിട്ടുന്നതിന് മുമ്പില് ഒരു സെക്കൻഡ് ഞാൻ നിങ്ങളോട് ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ നോർമലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോർമലൈസ് ചെയ്തിട്ടുണ്ടോ? നോർമലൈസ് ചെയ്താൽ എന്ത് വരും? ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടുമോ? ആദ്യത്തേത് എന്താ? 1/√6. നിങ്ങളിങ്ങനെ കോളമായിട്ട് എഴുതി വെക്കുക കേട്ടോ. 1/√6 എത്ര എടുത്തത്? 2/√6. പിന്നെന്താണ്? 1/√6. ഓക്കെ. നെക്സ്റ്റ് എന്ത് വരും?
അടുത്തെന്താ വന്നത് അഭിജിത്ത്? 1/√2 ആണോ? എന്താ വന്നത് അശ്വിത? അത് ചെയ്തിട്ടില്ല. അടുത്ത് ചെയ്യാം. എന്താ വന്നത്? 1/√2 അല്ല വരുമോ? Sir, 1/√2. 1/√2 0 1/√2. It's 1/2. ഓക്കെ. അടുത്ത് എന്ത് വരും? 1/√3 കിട്ടും അല്ലേ? 1/√3 minus 1/√3 1/√3. So this will be your V transpose. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഒന്നാമത്തെ V transpose എന്ന മെട്രിക്സ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? Sir, minus 1/2. ഏത്? രണ്ടാമത്തെ കോളത്തിൽ ലാസ്റ്റ് വാല്യൂ -1 ആണോ? ആ ശരി, സോറി, -1. ഓക്കെ ഓക്കെ. അപ്പൊ V ട്രാൻസ്പോസ് ആയി. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി എന്ത് വേണം? നമുക്ക് ഡയഗണൽ എലമെന്റ്സ് അല്ലെങ്കിൽ ഡയഗണൽ മെട്രിക്സ് സിഗ്മ എന്ന് വിളിക്കും, അതിനെ ഡി എന്ന് വിളിക്കും. സിഗ്മ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യാം, നോക്കിയാട്ടെ. അങ്ങനെ സിഗ്മ കണ്ടുപിടിക്കോ? λ1 λ2 അതായത് റൂട്ട് ഓഫ് ലാംഡ അല്ല, അതിന് സിഗ്മ നമ്മൾ എഴുതും അല്ലെ. അതിനെയാണ് നമ്മൾ സിംഗുലർ വാല്യൂ എന്ന് പറയാം കേട്ടോ. സിംഗുലർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിനെയാണ്, സിഗ്മേനെയാണ് നമ്മൾ സിംഗുലർ വാല്യൂ എന്ന് എടുക്കുക. ദാറ്റ് വിൽ ബി റൂട്ട് ഓഫ് ലാംഡ. അപ്പൊ അതിനെ നിങ്ങൾ ഡയഗണൽ എലമെന്റ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം അല്ലെ. ഏതൊക്കെയാ? λ1 λ2 ഉണ്ടാവും. λ1 എന്താ കിട്ടിയത്? λ1 3 ആണ്. സോ ഇവിടെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് √3 എന്ന് എഴുതാം. ഓക്കെ. അടുത്ത എന്ത് വരും? λ2 എന്ന് പറയുന്നത് 1 ആണല്ലേ. അപ്പം 1 √1 എന്ന് വെച്ചാൽ 1 കിട്ടി, പിന്നെ 0 കിട്ടി. ഓക്കെ. അപ്പൊ ഇങ്ങനെ എഴുതുക. ബാക്കിയുള്ള ടേമിൽ നിങ്ങൾ എന്ത് കൊടുക്കുക? സീറോസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ സിഗ്മയായി. ഓക്കെ. അപ്പോൾ മനസ്സിലാകുന്നുണ്ടോ അഭിജിത്ത്? മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? യു കണ്ടുപിടിക്കണം. യു കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? A into സിഗ്മ ഐ എന്നാണ്. അപ്പൊ ഓരോന്നിന്റെയും കണ്ടുപിടിക്കണം. അപ്പം A ഇൻറ്റു നമുക്ക് എത്രയുണ്ട്? V1 ഉണ്ട് അല്ലേ. അങ്ങനെ കണ്ടുപിടിക്കോ? A ഇൻറ്റു ഫസ്റ്റ് നമുക്ക് വെക്ടേഴ്സ് ഇല്ലേ. ഫസ്റ്റ് വെക്ടേഴ്സ് V1 എന്ന് പറഞ്ഞ വെക്ടർ ഡിവൈഡ് ബൈ എന്ത് വേണം? സിഗ്മ 1. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പം എ മെട്രിക്സ് നിങ്ങൾക്ക് അറിയാം. എ എന്താണെന്ന് മെട്രിക്സ് അറിയാം. മെട്രിക്സ് നിങ്ങൾക്ക് തന്ന മെട്രിക്സ് എ എന്തായിരുന്നു? പറ എ എന്തായിരുന്നു നമ്മുടെ മെട്രിക്സ്? 110 110 അപ്പം 1 1 0 0 1 1. V1 എന്താ കിട്ടിയത്? ആ വെക്ടർ എന്തായിരുന്നു കിട്ടിയത്? 1 2 ആ V1 എന്തായിരുന്നു കിട്ടിയത്? 1 2 V1 എന്തായിരുന്നു കിട്ടിയത്? നമ്മളിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. 1 to 1 ആക്ച്വലി അതിന്റെ ഇത് എഴുതണേ, നോർമലൈസ്ഡ് വാല്യൂ എഴുതണം. 1/√6 2/√6 അല്ലേ. 1/√6. ഓക്കെ.
ഇത് ചെയ്യാം. ഇത് ചെയ്തിട്ട് സിഗ്മ 1 നിങ്ങൾക്കറിയാം. സിഗ്മ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? √3 ആണ് അല്ലെ. അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങളെ U1 ആയി. മനസ്സിലായിട്ടുണ്ടോ പറയുന്നത്? U1 ഈ റിസൾട്ടിനെ നിങ്ങൾ എന്ത് ചെയ്യാം? ഡിവൈഡ് ബൈ സിഗ്മ 1 ചെയ്യാം. അപ്പൊ അങ്ങനെ ഓരോന്നും ചെയ്യാം. അടുത്തത് അതേപോലെ എ എടുക്കുക, രണ്ടാമത്തെ വെക്ടർ എടുക്കുക, രണ്ടാമത്തെ ഐഗൺ വെക്ടർ എടുത്തു. രണ്ടാമത്തെ ഐഗൺ വെക്ടർ വെച്ചാൽ രണ്ടാമത്തെ കോളം എടുക്കുക. നമ്മൾ ഇൻറ്റു അത് ചെയ്യുക, ഡിവൈഡ് ബൈ സിഗ്മ 1 ചെയ്താൽ സിഗ്മ 2 ചെയ്താൽ നിങ്ങളുടെ അടുത്ത U2 ആയി. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? അവസാനത്തെ വാല്യൂ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ 0 ആയിരിക്കും നിങ്ങളുടെ എന്താ പറയുക U3 എന്ന് അല്ല സിഗ്മ 3 എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ അത്രയും ചെയ്യാം. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ എല്ലാവർക്കും? സൗമ്യ ക്ലിയർ ആണോ പറയുന്നത്? അവസാനം പറഞ്ഞ ഒന്നുകൂടി പറയണോ ഞാൻ? യു കണ്ടുപിടിക്കുന്നത് മനസ്സിലായിട്ടില്ലേ? മനസ്സിലായിട്ടില്ലേ? ഹർഷ് ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ചെയ്തു. ഫസ്റ്റ് റോ ആ സിംഗിൾ കോളം, പിന്നെ സെക്കൻഡ് റോ രണ്ടാമത്തെ കോളം, അത്രേ ഉള്ളൂ ചെയ്യാൻ വേണ്ടി. കിട്ടിയോ? വാല്യൂ കിട്ടിയോ? ഫസ്റ്റ് U1 കിട്ടിയോ? ഞാൻ ചെയ്യണോ? ഉണ്ടല്ലോ. 1/√6 പ്ലസ് 2/√6 വരെ 3/√6 വരും. 3/√6 ഡിവൈഡ് ബൈ എന്ത് വരും? ഫസ്റ്റ് 3/√6 നല്ല വരുമോ അല്ലേ? പിന്നെ 0 2 അടുത്ത് 3/√6 വരും. അപ്പൊ അതിനെ നമ്മൾ പുറത്തുനിന്ന് 1/√3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓർത്ത് വെക്കുക. ഇങ്ങനെയല്ല വരുന്നത് അഭിജിത്ത്? ഇങ്ങനെയാണോ വരുന്നത്? 3/√18 വരും. അപ്പൊ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ എത്ര വരും? എത്രയാണ് കിട്ടുന്ന ആൻസർ? 1/√3 ആണോ? 1/√2 അല്ലേ? 2 ആ? 18 അല്ല. അപ്പൊ 3 കട്ടായി. 1/√2 അല്ലേ? ഇവിടെയും 1/√2 ഉണ്ട്. അപ്പൊ ഇതായിരിക്കും നിങ്ങളെ U1 എന്ന് പറയുന്നത്. അടുത്ത U2 കണ്ടുപിടിക്കാതെ പോലെ മനസ്സിലായില്ലേ പറഞ്ഞത്? U2 എന്ന് പറയുമ്പോൾ A നമ്മളെ മെട്രിക്സ് എന്താ? 1 1 0 0 1 1. ഓക്കെ, വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് എന്താണ്? ഐഗൺ വെക്ടേഴ്സ്. വാട്ട് ആർ ദ ഐഗൺ വെക്ടേഴ്സ് വി ഗോട്ട്? ഓക്കെ, 1/√2 0 minus 1/√2 1/√2 0 minus 1/√2 ചെയ്യാം. അവിടെ നമ്മൾ സിഗ്മ 2 എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 ആയിരുന്നു അല്ലേ? ഒന്നും ചെയ്യാനില്ല, അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1/√2 പ്ലസ് 1/√2 എന്ന് വരും. 1/√2
രണ്ടാമത്തത് -1/√2. ഇങ്ങനെയാണോ വരുന്നത് അഭിജിത്തെ? ഓക്കെ. അപ്പൊ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കുറച്ച്. U2 U1 U2 കണ്ടുപിടിച്ചു. ഓക്കെ. അത് U3 നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. U3 കണ്ടുപിടിക്കുന്ന സമയത്ത് അവിടെ എന്ത് വരും? ഇത് ചെയ്യാം. നിങ്ങൾക്ക് ആദ്യം നമുക്ക് ഫസ്റ്റിലായിട്ട് ഇത് ചെയ്ത് നോക്കാം. AVI ചെയ്ത് നോക്കാം. U3 കൂടി ജസ്റ്റ് നോക്കുക എന്താ വരുന്നത്. നിങ്ങളെ അവസാനത്തെ σ2 എന്ന് σ3 എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്നാലും ജസ്റ്റ് U3 കൂടി കണ്ടുപിടിച്ച് നോക്കാം. U3 കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? 1 1 0 0 1 1. ഓക്കെ. അടുത്തെന്തായിരുന്നു അവിടുത്തെ 1/√3 -1/√3 1/√3 അല്ലേ? അപ്പം എന്തൊന്നും ആദ്യത്തെ ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും അല്ലേ? രണ്ടാമത്തെ ചെയ്യുമ്പോഴും 0. അങ്ങനെയല്ലേ വരുന്നത്? ഞാനാണോ അഭിജിത്തെ വരുന്നത്? അശ്വിത ചെയ്തോ? നമ്മളിനി ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതുവാണ്. അതിനെല്ലാം കൂടി കമ്പൈൻ ചെയ്തപ്പോൾ U1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? 1/√2 1/√2 അല്ലേ? 1/√2 1/√2. ഓക്കെ. അടുത്തത് എന്താണ്? 1/√2 -1/√2 1/√2 -1/√2. ഓക്കെ. ലാസ്റ്റ് 0 0. ഓക്കെ. ഇതാണ് നമ്മളുടെ U എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാ മെട്രിക്സും ഇപ്പൊ ആയി. U ആയി, സിഗ്മയായി അല്ലെ? സിഗ്മ എന്ന് പറഞ്ഞ ആയി, പിന്നെ V ട്രാൻസ്പോസ് ആയി. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് മാറ്റി A ഈസ് ഈക്വൽ ടു A എന്ന് പറഞ്ഞ മെട്രിക്സ് അതാണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ് A എന്ന് പറഞ്ഞ മെട്രിക്സ്? A ഈസ് ഈക്വൽ ടു U സിഗ്മ V ട്രാൻസ്പോസ്. ഇങ്ങനെ എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു U എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്ത് എഴുതി നമ്മൾ. എന്താണ് U എന്ന് പറഞ്ഞ മെട്രിക്സ്? 1/√2 1/√2 0 1/√2 -1/√2 0 അല്ലേ? 1/√2 1/√2 0 and the second row is 1/√2 -1/√2 0. Similarly, what is the value of sigma summation? 3 zeros അല്ലേ? നമുക്ക് √300 √300 എന്നിട്ട് 1 അല്ലേ കിട്ടിയ? 0 1 0 0 0 0. ഇനി അവസാനത്തെ എന്തായിരുന്നു? V കിട്ടിയിട്ടുണ്ട് അല്ലെ? V ട്രാൻസ്പോസ്. അപ്പൊ അതെടുത്ത് എഴുതുക. 1/√6 1/√2 അത് എടുത്ത് എഴുതുക കേട്ടോ. V ട്രാൻസ്പോസും കൂടി എടുത്ത് എഴുതുക. 1/√6 1/√3 അത് 1/√2 1/√3 അല്ലേ? എന്തായിരുന്നു? 2/√6 0 -1/√3 2/√6 -1. Okay. Next 1/√6 -1/√3. ഇങ്ങനെ എടുത്ത് എഴുതും. ഇതാണ് നിങ്ങളുടെ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ പ്രോബ്ലം ശരിക്കും ഓർത്ത് വെക്കുക കേട്ടോ. ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ഇതിനെ വെച്ച് കണ്ടുപിടിക്കുന്നത് ഒന്ന് പറഞ്ഞ എഴുതിയോ? ഇത് ശിശിര എഴുതിയോ? അപ്പം ഇത് ഓർത്ത് വെക്കുക കൃത്യമായിട്ട്. ഇത് U ആണ്, ഇത് V ട്രാൻസ്പോസ്. ഓക്കെ.
ക്ലിയർ ആയിട്ടില്ല, പറഞ്ഞാലും ക്ലിയർ ആയിട്ടില്ല. സൗമ്യ ക്ലിയർ അല്ലേ? ആ സർ ക്ലിയർ. ഈ രണ്ട് പ്രോബ്ലം കെയർ ട്രാൻസ്ഫോം അതുപോലെ തന്നെ ഈ സംഭവം, അതായത് നമ്മളിപ്പം പഠിച്ച സിംഗുലർ വാല്യൂ SVD സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷന്റെ ഈ പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യത എപ്പോഴും ചോദിക്കാറുണ്ട്. അത് ഏത് ഒന്നായിട്ടൊക്കെ ചോദിക്കും. അപ്പൊ ഈ 7 മാർക്സിനൊക്കെ ചോദിക്കുക, 7 മാർക്സ് 8 മാർക്സിനൊക്കെ ചോദിക്കും. വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ആ സ്റ്റെപ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഒന്ന് ഇതിലാകെ ഒറ്റ ഇക്വേഷനുകൾ പഠിക്കേണ്ടത്. ഒന്നാണ് U സിഗ്മ V ട്രാൻസ്പോസ് അല്ലെങ്കിൽ UD V ട്രാൻസ്പോസ്. അത് മാത്രമേ നിങ്ങൾ പഠിക്കാറുള്ളൂ. പിന്നെന്താ നമ്മൾ ചെയ്യുക? ഫസ്റ്റ് തരുന്ന മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആണോ എന്ന് നോക്കാം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ സ്ക്വയർ മെട്രിക്സ് യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് അല്ലേ. അപ്പൊ കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെ, സ്ക്വയർ മെട്രിക്സ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ഇഫ് A is our matrix you have to do A transpose into A. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു സ്ക്വയർ മെട്രിക്സ് കിട്ടും. അതിനുശേഷം യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ്. അപ്പോൾ ഐഗൺ വാല്യൂസ് ഐഗൺ വെക്ടേഴ്സ് നമ്മൾ പഠിച്ച ഈ ഇത് തന്നെ യൂസ് ചെയ്യുക, ഫോർമുല തന്നെ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ ഫോർമുല ഉണ്ട്, അതും കൂടി നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ മെട്രിക്സിന്റെ, അതായത് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഇപ്പൊ ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട്, ഇപ്പം 3/3 മെട്രിക്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് 3 റൂട്ട്സ് ഉണ്ടാവും അല്ലെ, 3 ഐഗൺ വാല്യൂസ് ഉണ്ട്. അപ്പം λ3 എടുക്കുക, λ3 മൈനസ് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇടുക, ലാംഡ സ്ക്വയർ, ഓക്കെ, പിന്നെ മൈനസ് വീണ്ടും ഒരു ബ്രാക്കറ്റ് ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് A ഈക്വൽ ടു 0. ഞാൻ എളുപ്പത്തിനാണ്, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാണ്. അപ്പോൾ ഇത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ. സോറി, ഇവിടെ പ്ലസ് ആണ്. ലാംഡ ക്യൂബ് മൈനസ് ഒരു ബ്രാക്കറ്റ് ലാംഡ സ്ക്വയർ പ്ലസ് ബ്രാക്കറ്റ് ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഈക്വൽ ഡിറ്റർമിനന്റ് ഓഫ് A ഈക്വൽ ടു 0. ഇതാണ് വേണ്ടത്. അപ്പൊ ഇതിൽ ഇവിടെ നമ്മൾ എഴുതുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്ന മെട്രിക്സ് ഉണ്ടാവും, A എന്ന് പറഞ്ഞ മെട്രിക്സ് അല്ലെ. A അല്ല, ആക്ച്വലി നമ്മളത് ചെയ്തിട്ട് X ഈസ് ഈക്വൽ ടു എന്ത് എഴുതിയിട്ടുണ്ടാവും? A ട്രാൻസ്പോസ് A എന്നാക്കിയിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, ആ മെട്രിക്സിന്റെ എന്ത് കണ്ടുപിടിക്കുക? ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും, ഡയഗണൽ സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും ഈ ബ്രാക്കറ്റ് നമ്മൾ എഴുതേണ്ടത്. ഇത് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? അപ്പൊ ഇത് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മള് മറ്റേതുപോലെ തന്നെ പഠിച്ചു. എങ്ങനെ? മറ്റേത് സോൾവ് ചെയ്തത്. നിങ്ങള് മൾട്ടിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കൊണ്ടുവരണ്ട ഇങ്ങോട്ടേക്ക്. അപ്പൊ അതിന് കുറച്ചും കൂടി എളുപ്പ വഴിക്കാണ് പറയുന്നത്. ഒന്ന് സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ഇവിടെ എഴുതുക, അതായത് ഈക്വേഷൻ പഠിച്ചു വെക്കുക. 3/3 ആണെങ്കിൽ ലാംഡ ക്യൂബ് മൈനസ് സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ഇൻറ്റു ലാംഡ സ്ക്വയർ. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ മെട്രിക്സ് എന്തായിരുന്നു? A into A ട്രാൻസ്പോസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. A into A ട്രാൻസ്പോസ് കിട്ടിയ നമുക്ക് വേണമെങ്കിൽ നോക്കാം. എന്തായിരുന്നു കിട്ടിയ? 1 1 0. അല്ലെ, 1 1 0 1 2 1. ഓക്കെ, 0 1 1. ഇതാണ് നമ്മുടെ മെട്രിക്സ്. അപ്പൊ ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരുമോ? ഇതല്ല, 1 2 1. ഇതിന്റെ സം എടുക്കുക. സം എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ എടുക്കുക. അപ്പൊ അതിലിപ്പോ എത്രയാ? 2 1 4 വരും അല്ലെ. 4 ആണോ നിങ്ങൾക്ക് ആ ഇക്വേഷനിൽ കിട്ടിയത്? ആണോ അഭിജിത്ത്? 4 അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ 4 വരും. ഇനി ഇവിടെ ചെയ്യുന്നത്, ഇവിടെ എന്താ ചെയ്യണം? ഈ ഡയഗണൽ എലമെന്റ്സ് ഉണ്ട് ഇല്ല, 1 2 2ന്റെ ഈ ഡയഗണൽ എലമെന്റ്സിന്റെ മൈനസ് കണ്ടുപിടിക്കും. അതായത് മൈനസ് ഓഫ് ഡയഗണൽ എലമെന്റ്സ്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പൊ 1ന്റെ മൈനർ എന്ന് പറഞ്ഞാൽ എന്താ വരുക? ഈ 1 ഇപ്പൊ ഫസ്റ്റ് എലമെന്റ് ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും നമ്മൾ ഒഴിവാക്കി. അപ്പൊ ഫസ്റ്റ് റോ ഇതും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ ബാക്കിയുള്ള എന്താ? 2 1 1 1. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കും. അപ്പൊ 2 മൈനസ് 1 1 എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് എന്താ? അടുത്തത് 2 ആണ് നമ്മുടെ അടുത്ത ഡയഗണൽ എലമെന്റ്. അപ്പൊ അത്
അതിപ്പോ സെക്കൻഡ് റോയിലും സെക്കൻഡ് കോളത്തിലും ഉള്ളു അല്ലെ. അപ്പം ആ സെക്കൻഡ് റോയും സെക്കൻഡ് കോളം ഒഴിവാക്കിയിട്ടുള്ള ഇത് എഴുതുക, വാല്യൂസ് എഴുതി അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കും. അപ്പൊ എന്തൊരു 1 0 0 1 വരും അല്ലെ. 1 0 0 1 വരും. അപ്പം 1 - 0 1 എന്ന് വരും. ഓക്കെ. ഇനി ലാസ്റ്റിലത്തെ എന്താണ് 1 ആണല്ലേ. അപ്പൊ 1 എന്ന് പറയുമ്പോൾ അത് തേർഡ് റോയിലും തേർഡ് കോളത്തിലും ഉള്ളത്. അപ്പൊ തേർഡ് റോയും തേർഡ് കോളം ഒഴിവാക്കിയിട്ടുള്ള എലമെന്റ്സ് എടുത്ത് എഴുതുക. 1 1 1 2. ഓക്കെ. ഇനി ഇതിന്റെ എന്ത് കണ്ടുപിടിക്കുക, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കും. അപ്പം 2 - 1 ഇത് വരും 1 എന്ന് വരും. ഇതിന്റെ മൊത്തത്തിന്റെ സം എടുക്കും. അപ്പൊ എന്താ വരിക 3 എന്ന് വരും. ഓക്കെ. 3 ആണോ വന്നത്? 3 അല്ലേ. ഓക്കെ. അപ്പൊ 3 അവിടെ എഴുതി നിങ്ങൾ. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് ആണോ, ഈ മെട്രിക്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിറ്റർമിനന്റ് അത് കാൽക്കുലേറ്റർ നിങ്ങൾ ചെയ്ത് നോക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള വാല്യൂ കിട്ടും. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നിങ്ങൾ മൾട്ടിപ്ലൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പിന്നെ ഒരേ വാല്യൂസ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴും അപ്പോൾ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എറർ. അപ്പൊ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഈ ഇക്വേഷൻ പഠിച്ച ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആൻസർ ആയി. പറഞ്ഞോ. ഇക്വേഷനിൽ ഒരു -λ³ ഉണ്ട് ഫസ്റ്റ് തുടക്കത്തിൽ. അതെ, അത് നിങ്ങൾ ഈക്വൽ ടു 0 അല്ലേ. അത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ മാറുമല്ലോ. മനസ്സിലായോ പറഞ്ഞ? അപ്പൊ -λ³ പ്ലസ് എന്നായിരിക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത് നിങ്ങൾ ഇപ്പൊ പ്ലസ് ഇങ്ങനെ λ² -3λ പിന്നെ എന്താ വെച്ചാൽ അത് അങ്ങനെയല്ലേ ഉണ്ടാവും. ഈക്വൽ ടു 0 എന്നുണ്ടാവും. ഇനി ഇതിപ്പോ നിങ്ങളിപ്പോ ഈ മൈനസ് ഇത് ഈക്വൽ ടു 0 അല്ല. അപ്പൊ നമുക്ക് ഇതിനെ തിരിച്ചെഴുതാലോ. λ³ -4λ² ഇങ്ങനെ എഴുതാലോ. മനസ്സിലായോ? ക്ലിയർ ആയോ? ഈ ഫോർമുല നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ എളുപ്പത്തിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പറയുന്ന ഐഗൺ വാല്യൂസും മറ്റേ ഫോർമുല വെച്ചിട്ട് ഐഗൺ വെക്ടേഴ്സ്. അല്ലാണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് സമയം പോകും നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് നേരത്തെ പഠിച്ച KL ട്രാൻസ്ഫോമിനും ഇതേ ഫോർമുല തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? പറഞ്ഞത് ക്ലിയർ ആയോ? അരുൺ മനസ്സിലായോ? അർച്ചിത, അപർണ ഓക്കെ ആണോ? അപർണ, അനുവിന്ദ് ഓക്കെ. അപ്പൊ നിങ്ങള് ഒരു ഹോംവർക്ക് ചെയ്തു. അപ്പൊ എന്താ കിട്ടുന്ന ഞാൻ നെക്സ്റ്റ് ക്ലാസ് ചോദിക്കുകയോ ചെയ്തിട്ട് തരണം. അപ്പൊ എഴുതിക്കോളും. Find the singular value decomposition of A. Find the singular value decomposition of A. Okay. A 1 - 2 3. Okay. 1 - 2 3. Okay. 3 2 - 1. 3 2 - 1. ഇത് നേരത്തെ പോലെ തന്നെ A is equal to ഇങ്ങനെ കിട്ടി. അപ്പൊ നമുക്ക് സ്ക്വയർ മെട്രിക്സ് അല്ല, A ട്രാൻസ്പോസ് ഇൻറ്റു A കാണുമോ, ദാറ്റ് ഈസ് ഈക്വൽ ടു X. അപ്പൊ അതിന്റെ നിങ്ങൾ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുക, വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. ബാക്കി ഫോർമുലയെല്ലാം വെച്ചിട്ട് നിങ്ങൾ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതിൽ ഓരോന്നും കണ്ടുപിടിക്കണം. U കണ്ടുപിടിക്കണം, V ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം, സിഗ്മ കണ്ടുപിടിക്കണം. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇപ്പം ഐഗൺ വെക്ടേഴ്സ് ഒക്കെ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്ത് എഴുതാം കേട്ടോ. അപ്പൊ നമ്മൾ ആ ഫോർമുലയിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഐഗൺ വെക്ടേഴ്സ് ഇപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയെന്നിരിക്കും. ഇപ്പം എന്താ പറയുക, ഒരു 16 32 32 ഇങ്ങനെയാണ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ മാറ്റിയിട്ട് 1 2 2 എന്ന് എഴുതാം, റെഡ്യൂസ് ചെയ്ത് എഴുതാം. ഐഗൺ വെക്ടേഴ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഓക്കെ, എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. നമ്മളത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഫോർമുല വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 എന്നാണ് ഉള്ളത്. അപ്പൊ നമുക്കത് റെഡ്യൂസ് ആയിട്ട് എഴുതാം. അപ്പൊ അങ്ങനെ വാല്യൂസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ റെഡ്യൂസ് ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. മനസ്സിലായില്ലേ പറഞ്ഞത്? ചെയ്തിട്ടില്ലെങ്കിലും തെറ്റില്ല, പക്ഷെ റെഡ്യൂസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. മനസ്സിലായോ അഭിജിത്ത്? പക്ഷേ സാർ ഈ ലാസ്റ്റിലത്തെ പ്രോബ്ലം ഇല്ലേ, ആ പ്രോബ്ലം UDV ട്രാൻസ്പോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുമ്പോ A കിട്ടണ്ടേ? കിട്ടുന്നില്ലേ? A കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചാല് 1 പകരം 1.111 നിലനിന്ന് അപ്രോക്സിമേറ്റ്ലി കിട്ടും. നമ്മൾ ആ √6 ഒക്കെ വാല്യൂ വരുമല്ലോ, ശരിക്കും അപ്രോക്സിമേറ്റ്ലി ആയിരിക്കും കിട്ടും നിങ്ങൾക്ക്.
എക്സാക്ട് വാല്യൂ കിട്ടണമെന്നില്ല, ഒരു ചിലപ്പോൾ 1-ന് 0.9 അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുക, അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും കിട്ടുക. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ, നമുക്ക് നാളെ ഡിസ്കസ് ചെയ്ത് നോക്കാം. കറക്റ്റ് ആണെങ്കിൽ, നിങ്ങൾ ചെയ്ത കറക്റ്റ് ആണെങ്കിൽ അപ്രോക്സിമേറ്റ് ആ വാല്യൂ കിട്ടും, വലിയ വ്യത്യാസം ഇല്ലാത്ത രീതിയിൽ. ഓക്കെ, അപ്പോ ഇത് ചെയ്യാം കേട്ടോ, ഇതൊന്ന് ചെയ്തിട്ട് വരുമോ, നമുക്ക് എന്താ വരുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലംസ് രണ്ടും നോക്കുക, രണ്ടും കൂടി കൺഫ്യൂഷൻ ആവാൻ പാടില്ല. കെയർ ട്രാൻസ്ഫോമും ഇതും തമ്മിൽ. കെയർ ട്രാൻസ്ഫോം ചെയ്യുന്ന വേറെ രീതിയാണ്, ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ കോവാരിയന്റ് മെട്രിക്സ് ഒക്കെയാണ് കണ്ടുപിടിക്കുന്നത്. രണ്ടും നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ, എളുപ്പമാണ്, നിങ്ങൾക്ക് മാർക്ക് എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഇനി നമുക്കിതോടെ ഈ സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ തീർന്നു. ഇനി തേർഡ് മോഡ്യൂളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് മോഡ്യൂളിൽ നമ്മൾ വരുന്നത് ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇമേജ് എൻഹാൻസ്മെന്റ് തിയറിയാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും വരുന്നത്. ഇമേജ് നിങ്ങളുടെ സെക്കൻഡ് മോഡ്യൂൾ മാത്രമാണ് എന്താ പറയുക, ഒരു 90% പ്രോബ്ലം ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ കുറെ തിയറി വരുന്നുണ്ട്. ഇതിൽ വരുന്നത് ഇമേജ് എൻഹാൻസ്മെന്റ് ആണ്. എന്തായിരിക്കും ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഇതായിരിക്കും ഇമേജ് എൻഹാൻസ്മെന്റ്. നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യും ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്, നമ്മളൊരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇമേജിനെ എന്ത് ചെയ്യുന്ന മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോസസിംഗ് ഓഫ് ആൻ ഇമേജ് സോ ദാറ്റ് ദ റിസൾട്ട് ഈസ് മോർ സ്യൂട്ടബിൾ ദാൻ ഒറിജിനൽ ഇമേജ് ഫോർ സ്പെസിഫിക് ആപ്ലിക്കേഷൻ. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒറിജിനൽ ഇമേജ് നമ്മൾ മാറ്റം വരുത്തുന്നുണ്ട് നമ്മുടെ ഓരോ രീതിയിലുള്ള ചില ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. അത് ആക്ച്വലി ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആണ് എപ്പോഴും ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് വെച്ചാൽ. ഓരോ ആപ്ലിക്കേഷനും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മോഡിഫിക്കേഷൻ ആയിരിക്കും നമുക്ക് വേണ്ടിവരും. അപ്പൊ ആ രീതിയിലുള്ള നമ്മുടെ ഇമേജ് പ്രോസസ്സിങ്ങിനെയാണ് ആ രീതിയിൽ ഇമേജിനെ വ്യത്യാസം വരുന്നത്. ഒറിജിനൽ ഇമേജിനേക്കാളും നമുക്ക് ആവശ്യം അതിനെ പ്രോസസ് ചെയ്ത ഇമേജ് ആയിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഒറിജിനൽ ഇമേജിന്റെ ക്വാളിറ്റിനെ ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, ക്വാളിറ്റിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ. അത് പക്ഷേങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്, ഓക്കെ, എന്തെങ്കിലും ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. അപ്പൊ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇമേജ് സ്മൂത്തിങ് വരും. ഇമേജ് സ്മൂത്തിങ്, ഓക്കെ, സ്മൂത്തിങ്, പിന്നെ ഷാർപ്പനിങ്, അങ്ങനെ കുറേ പിന്നെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഷാർപ്പനിങ് ഉണ്ട്, ഓക്കെ, നോയിസ് റിഡക്ഷൻ, ഇതൊക്കെ നമ്മുടെ എൻഹാൻസ്മെന്റിൽ വരുന്നത്. നോയിസ് റിഡക്ഷൻ, ഓക്കെ, കോൺട്രാസ്റ്റ് മാനിപ്പുലേഷൻ, അങ്ങനെ കുറെ എഴുതാൻ പറ്റും. കോൺട്രാസ്റ്റ് മാനിപ്പുലേഷൻ, ഓക്കെ. അപ്പൊ ഇതൊക്കെ ഇമേജ് എൻഹാൻസ്മെന്റ്. അപ്പൊ ഇമേജ് എൻഹാൻസ്മെന്റ് വെച്ചാൽ മോഡിഫിക്കേഷൻ ഓഫ് എൻ ഇമേജ് ഫോർ എ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ. ഓക്കെ, that will be the quality of the image will be much better than the original image according to that application. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇമേജ് എൻഹാൻസ്മെന്റ്. അപ്പൊ ഈ തേർഡ് മോഡ്യൂളിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നതെല്ലാം ഇമേജ് എൻഹാൻസ്മെന്റ് ആണ്. ഇമേജ് എൻഹാൻസ്മെന്റിന്റെ പല രീതിയിലുള്ള ചില ഇമേജ് പ്രോസസിംഗ് ടെക്നിക്സുകളാണ് നമ്മൾ ഇമേജ് തേർഡ് മോഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പൊ ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞ അപ്രോച്ചിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ഉണ്ട്. മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് സ്പേഷ്യൽ ഡൊമൈൻ മെത്തേഡ്. സ്പേഷ്യൽ ഡൊമൈൻ മെത്തേഡ്. രണ്ടാമത്തെ ഫ്രീക്വൻസി ഡൊമൈൻ മെത്തേഡ്. ഫ്രീക്വൻസി ഡൊമൈൻ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡിലും ചെയ്യുന്നതിന് ഒരേ പ്രോസസ് ആയിരിക്കും. അതായത് രണ്ട് മെത്തേഡിലും ചെയ്യുന്നത് ഒരേ പ്രോസസ്സാണ്. പക്ഷേങ്കിൽ അതിന്റെ അപ്രോച്ച്, അതായത് ഒന്ന് നമ്മൾ സ്പേഷ്യൽ ഡൊമൈൻ, അതായത് സ്പേഷ്യൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമേജ് കാണുന്ന പ്ലെയിൻ, ഇമേജ് അറ്റ് ഇറ്റ്സ് പ്ലെയിൻ, അതിനെയാണ് സ്പേഷ്യൽ ഡൊമൈൻ. നമ്മൾ കാണുന്ന സാധാരണഗതിയിൽ ഇമേജിനെ പെർസീവ് ചെയ്യുന്ന ആ പ്ലെയിനെയാണ് സ്പേഷ്യൽ ഡൊമൈൻ എന്ന് പറയാം. ആൻഡ് ഫ്രീക്വൻസി ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ നമ്മൾ ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലെ. ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി നമ്മളത് വ്യൂ ചെയ്യുന്ന തന്നെയാണ് ഫ്രീക്വൻസി ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്പേഷ്യൽ ഡൊമൈനിലും ഫ്രീക്വൻസി ഡൊമൈനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമേജ് എൻഹാൻസ്മെന്റിന് ഇമേജ് എൻഹാൻസ്മെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? അപ്പം ഈ സ്പേഷ്യൽ ഡൊമൈനിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡയറക്റ്റ് ആ പിക്സലിനെ, ഡയറക്റ്റ് കാണുന്ന പിക്സലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വ്യത്യാസം വരുത്തുന്നത് അല്ലെ.
ഡയറക്റ്റ് പിക്സൽ മാനിപ്പുലേഷൻ എന്ന് പറയും. ഡയറക്റ്റ് പിക്സൽ മാനിപ്പുലേഷൻ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്രീക്വൻസി ഡൊമൈനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇമേജിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലെ, ഓർ ഇമേജ് സ്പേഷ്യൽ ഡൊമൈൻ ഇമേജ് വിൽ ബി കൺവേർട്ടഡ് ടു ഫ്രീക്വൻസി ഡൊമൈൻ. അവിടെ കാണുന്ന പിക്സൽസിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വ്യത്യാസം വരുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ രണ്ട് അപ്രോച്ചാണ്. ഫസ്റ്റ് വൺ ഈസ് സ്പേഷ്യൽ ഡൊമൈൻ മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫ്രീക്വൻസി ഡൊമൈൻ മെത്തേഡ്. അപ്പോൾ ഇതിലുള്ള ഡിഫറെന്റ് ടെക്നിക്സ് ഉണ്ട്. ഓരോന്നിലും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്ട് എന്ന് പറയുന്നത് രണ്ടിലും ഈക്വൽ ആയിരിക്കും. ഓക്കെ, പക്ഷേ ആ ചെയ്യുന്ന അപ്രോച്ചിൽ വ്യത്യാസം, അതിനെയാണ് രണ്ടായിട്ട്, അങ്ങനെയാണ് ഇമേജ് എൻഹാൻസ്മെന്റ് രണ്ടായിട്ട് ക്ലാസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് കംപ്ലീറ്റ് സ്പേഷ്യൽ ഡൊമൈൻ മെത്തേഡ് ആണ് കേട്ടോ. സ്പേഷ്യൽ ഡൊമൈൻ മെത്തേഡ്, സ്പേഷ്യൽ ഡൊമൈൻ ഇമേജ് എൻഹാൻസ്മെന്റ് മെത്തേഡ്. കേൾക്കുന്നില്ലേ പറയുന്നത്? കേൾക്കുന്നില്ലേ സൗമ്യ? ഓക്കെ, അപ്പോൾ സ്പേഷ്യൽ ഡൊമൈൻ മെത്തേഡ് അവിടെയും നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്പേഷ്യൽ ഡൊമൈൻ മെത്തേഡിൽ ഒന്ന് പോയിന്റ് പ്രോസസ്സിംഗ്, ഓക്കെ, ഒന്ന് പോയിന്റ് പ്രോസസ്സിംഗ്, രണ്ട് മാസ്ക് പ്രോസസ്സിംഗ്. Point processing, mask processing. Okay, so we can classify spatial domain image enhancement method as two. The first one is point processing and second is mask processing. So point processing il endaയിരിക്കും ചെയ്യാം. Point processing എന്ന് പറഞ്ഞാൽ നമ്മൾ പിക്സൽ ബൈ പിക്സൽ എന്ത് ചെയ്യുന്നു, പിക്സൽ ബൈ ഓരോ പിക്സലിനും ഓരോ പിക്സൽ, ഒരു ആദ്യത്തെ ഒരു ഇമേജിന്റെ പിക്സൽ എടുക്കും, അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് അത് വേറെ എന്തെങ്കിലും രീതിയിലേക്ക് മാറ്റി, ചിലപ്പോൾ അതിന്റെ കോൺട്രാസ്റ്റ് മാറ്റാം, അതിന്റെ ഇന്റൻസിറ്റി വാല്യൂ മാറ്റാം, എന്തെങ്കിലും ചെയ്യാം. എന്തെങ്കിലും രീതിയിലുള്ള പല രീതിയിലുള്ള ഡിഫറെന്റ് മാനിപ്പുലേഷൻസ് ഉണ്ട്, അതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനാണ് പോയിന്റ് പ്രോസസ്. പിക്സൽ ബൈ പിക്സൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈച്ച് പിക്സൽ ഈസ് മോഡിഫൈഡ്, ഈച്ച് പിക്സൽ ഈസ് മോഡിഫൈഡ്. ഓക്കെ, അതിനെയാണ് പോയിന്റ് പ്രോസസ്സിംഗ് എന്ന് പറയുക. അതായത് അതിനെ നമ്മൾ റെപ്രസെന്റ് ജി ഓഫ് എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഓഫ് എഫ് ഓഫ് എക്സ് വൈ, ടി ഓഫ് എഫ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ ആണ് നമ്മുടെ ഒറിജിനൽ ഇമേജ്, ജി ഓഫ് എക്സ് വൈ എന്ന് വെച്ചാൽ മോഡിഫൈ ചെയ്ത ഇമേജ്. ഇമേജ് അല്ല, ആ പെർട്ടിക്കുലർ പിക്സൽ. ഓക്കെ, ആ പിക്സലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടി എന്ന് പറയുന്ന ആ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ അങ്ങനെ ഓരോ പിക്സൽ വൈസ് പിക്സൽ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന രീതിയാണ് പോയിന്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മാസ്ക് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു മാസ്ക് ഉണ്ടാക്കും. മാസ്ക് എന്ന് പറയുന്ന ഒരു ഇന്റൻസിറ്റി, പെർട്ടിക്കുലർ ഇന്റൻസിറ്റി വെച്ചിട്ടുള്ള ഒരു ഇമേജ് തന്നെ ആയിരിക്കും. ആക്ച്വലി ആ മാസ്ക് എന്ത് ചെയ്യും, നമ്മളെടുത്തിട്ട് ഈ ഇതിന്റെ മുകളിൽ വെക്കും, നമ്മുടെ ഒറിജിനൽ ഇമേജിന്റെ മുകളിൽ വെക്കും. ഓക്കെ, അപ്പോൾ ഒരു 3x3 മാസ്ക് ആണ്. ഇതിന് വാല്യൂസ് ഉണ്ടാവും, ഇന്റൻസിറ്റി വാല്യൂസ് ഉണ്ടാവും. അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇമേജിന്റെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ, ഓക്കെ ഓക്കെ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഈ 3x3 മാസ്ക് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ വെക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് 3, ഐ മീൻ ഇവിടെയുള്ള ഫസ്റ്റ് ഇതിൽ ഈ മാസ്ക് ഇങ്ങനെ വെക്കും. ഓക്കെ, എന്നിട്ടുള്ള ആ മാസ്കിനും നമ്മുടെ ഇമേജ് ഇന്റൻസിറ്റിക്കും അനുസരിച്ചുള്ള വാല്യൂ വെച്ചിട്ട് ചില ഓപ്പറേഷൻസ് നടക്കും. ചിലപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്ത് അതിന്റെ ആവറേജിങ് ആയിരിക്കും ചെയ്യാം, ചിലപ്പോൾ അതിന്റെ മാക്സിമം വാല്യൂ ആയിരിക്കും കണ്ടുപിടിക്കും. അങ്ങനെ ഒരുപാട് അതിന്റെ വെയിറ്റിനുണ്ട്. അത് കിട്ടുന്ന ആ വാല്യൂവിന്റെ ഇമേജിന്റെ താഴെയുള്ള ഇന്റൻസിറ്റി വാല്യൂ മാസ്കിന്റെ വാല്യൂ തമ്മിലുള്ള വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു വാല്യൂ ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന് ഈ മാസ്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് ഈ വാല്യൂ കിട്ടും, പിന്നെ എന്ത് ചെയ്യും, മാസ്കിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഒരു വാല്യൂ കിട്ടും. അങ്ങനെ ഓരോ പ്രോസസ്സിനനുസരിച്ചും അവിടെയുള്ള പിക്സൽ വാല്യൂസ്, സെൻട്രൽ പിക്സലിന്റെ വാല്യൂ ആയിരിക്കും ചേഞ്ച് ചെയ്യാം. ഓക്കെ, സെൻട്രൽ പിക്സലിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് മാസ്ക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിൽ സ്പേഷ്യൽ ഡൊമൈൻ മെത്തേഡ്സ് മാറ്റിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? പോയിന്റ് പ്രോസസ്സിംഗ്, മാസ്ക് പ്രോസസ്സിംഗ്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുത്ത സമയമായില്ല. മനസ്സിലായിട്ടേ പറഞ്ഞത്? ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ നമ്മൾ തിയറിയാണ് പറയുന്നത്.